RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 11 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 2020 വേർഡ് ഓഫ് ദി ഇയർ ആയി കോളിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത പദമേത്? 2020 വേർഡ് ഓഫ് ദി ഇയർ ആയി കോളിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത പദം ഏത്? ലോക്ക്ഡൗൺ ആണ് 2020 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത പദം. ലോക്ക്ഡൗൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആരുടെ ജന്മദിനത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ശ്രദ്ധിക്കുക, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യം വളർത്തുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിലവിൽ വന്ന കമ്പനി ഏത്? വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യം വളർത്തുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിലവിൽ വന്ന കമ്പനി ഏത്? ആസാപ്പ് കേരളയാണ്. ആസാപ്പാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ആസാപ്പിൻ്റെ എക്സ്പാൻഷനാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. 2020 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായ രാജ്യം ഏത്? 2020 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായ രാജ്യം ഏത്? കൊളംബിയയാണ് ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായ രാജ്യം. 2020 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായ രാജ്യം കൊളംബിയ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന ദിനം നഷ്ടപ്പെടാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതി? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന ദിനം നഷ്ടപ്പെടാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതി വൈറ്റ് ബോർഡാണ്. ശ്രദ്ധിക്കുക, പദ്ധതിയുടെ പേര് വൈറ്റ് ബോർഡ്. കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേരെന്ത്? ആറാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേര് എന്ത്? CI എന്നുള്ളതിൻ്റെ പുതിയ പേര് എന്ത്? ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാക്കി മാറ്റി. CI എന്നുള്ളത് എന്താക്കി? ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. കേരളത്തിൽ DGP സ്ഥാനത്ത് എത്തുന്ന ആദ്യ വനിത? കേരളത്തിൽ DGP സ്ഥാനത്ത് എത്തുന്ന ആദ്യ വനിത ആര്? R ശ്രീലേഖയാണ്. കേരളത്തിൽ DGP സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത R ശ്രീലേഖ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇസ്രായേൽ ഗവൺമെൻറ് ഏത് ഇസ്രായേലി നഗരത്തിലെ ഒരു സ്ട്രീറ്റിനാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര് നൽകിയിരിക്കുന്നത്? ഇസ്രായേൽ ഗവൺമെൻറ് ഏത് ഇസ്രായേലി നഗരത്തിലെ ഒരു സ്ട്രീറ്റിനാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര് നൽകിയിരിക്കുന്നത്? ടെൽ അവീവാണ്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു ടൗണായ ടെൽ അവീവിലാണ്. അവീവിൻ്റെ പുതിയ പേരാണ് എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ. ക്വസ്റ്റ്യൻ നമ്പർ 9. വുഹാൻ ഡയറി ഡിസ്പാച്ചസ് ഫ്രം എ ക്വാറന്റൈൻഡ് സിറ്റി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? വുഹാൻ ഡയറി ഡിസ്പാച്ചസ് ഫ്രം എ ക്വാറന്റൈൻഡ് സിറ്റി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഹാങ് ആണ്. ചൈനീസ് എഴുത്തുകാരിയായ ഫാങ് ആണ് വുഹാൻ ഡയറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ ഏത്? ഗുവാഹത്തിയാണ്. ആസാമിലെ ഗുവാഹത്തിയാണ് ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചന്ദ്രാണി മർമു ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചന്ദ്രാണി മർമു. കിയോൺജാർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ, ഒഡീഷയിലെ കിയോൺജാർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019 തിരഞ്ഞെടുക്കപ്പെട്ടത്. ജനനം 1993 ജൂൺ 16 അതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയ പാർട്ടി ബിജു ജനതാദളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെൻറ്റേറിയൻ അംഗമാണ് ചന്ദ്രാണി മർമു.
ക്വസ്റ്റ്യൻ നമ്പർ 12. റഷ്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ്റെ പേരെന്ത്? റഷ്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ്റെ പേരെന്ത്? സ്പുട്നിക് 5 ആണ്. സ്പുട്നിക് 5 ആണ് റഷ്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ്റെ പേര്. ക്വസ്റ്റ്യൻ നമ്പർ 13. ICC അമ്പയർമാരുടെ ഇൻ്റർനാഷണൽ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ICC അമ്പയർമാരുടെ ഇൻ്റർനാഷണൽ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി KL അനന്തപത്മനാഭനാണ്. ICC അമ്പയർമാരുടെ ഇൻ്റർനാഷണൽ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി KL അനന്തപത്മനാഭൻ. ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള സിനിമ. ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള സിനിമ ഏത്? സൂഫിയും സുജാതയുമാണ് ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള സിനിമ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.